ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നികേഷ് ചോദിക്കുന്നു, നമ്മുടെ കൂട്ടത്തിൽ ആര് സംസാരിക്കും? സുധീഷ് പറയുകയാണ്, അതിനെന്താ ഇത്ര സംശയം, ഞാൻ തന്നെ സംസാരിക്കും. ഹരീഷ് പറയുകയാണ്, അതോടെ ആ ബന്ധം പോവുകയും ചെയ്യും. ഇത് കേട്ട് നികേഷ് പറയുന്നു, സ്വാഭാവികം. ഏടാന്ന് സുധീഷ് വിളിക്കുമ്പോൾ നിധി പറയുന്നു, പറഞ്ഞതുപോലെ ഇത് വിടുവായുധം വിളമ്പാൻ വിളിക്കുന്നതല്ല. സുധീഷ് ചോദിക്കുന്നു, വിടുവായുധോ? ഞാനോ? നിധി ചോദിക്കുന്നു, എന്താ സംശയം? നിങ്ങൾ സംസാരിച്ചാ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. സുധീഷ് ചോദിക്കുന്നു, എന്തറിയാം? കേൾക്കട്ടെ. കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ ചെവിയിലേക്ക് വെച്ച് നിധി പറയുന്നു, ഹലോ, ഞാൻ സുധീഷാ സംസാരിക്കുന്നത്. സിറ്റിയിൽ ഒരു ട്രാവൽസ് കമ്പനിയൊക്കെ നടത്തുന്ന എന്റെ ചേട്ടനൊരു ആർക്കിടെക്റ്റാ. പിന്നെ 2 അനിയന്മാരും. ഒരാൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്, മറ്റേയാൾ IAS പഠിക്കുന്നു. ഇത് കേട്ട് സുധീഷ് ചമ്മലോട് കൂടി നിൽക്കുമ്പോൾ ഹരീഷും നികേഷും പൊട്ടിച്ചിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ തള്ളാനല്ലേ? സുധീഷ് പറയുന്നു, എടാ മതി മതി, ചിരിക്കണ്ട. ഇയാളോട് അങ്ങനെ പറഞ്ഞെന്ന് കരുതി എല്ലാവരോടും ഞാൻ അങ്ങനെ പറയുമോ? രാവിലെ എന്നെ നിർത്തി അപമാനിക്കുക. നിധി പറയുന്നു, എന്നാ പിന്നെ എങ്ങനെ സംസാരിക്കും? അത് കേൾക്കട്ടെ. സുധീഷ് പറയുന്നു, അങ്ങനെ ചോദിക്ക്. ദാ കേട്ടോ. ഹലോ, എന്റെ പേര് സുധീഷ്. എന്റെ മൂത്ത ബ്രദർ സുഭാഷിന് വേണ്ടി മാട്രിമോണിയലിൽ കൊടുത്തതിന് നിങ്ങൾ തന്ന മറുപടിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്റെ ബ്രദറിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നല്ല ക്യാരക്ടറാണ്. ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിലും വെരി ഹാൻസം. മാത്രമല്ല ശരിക്കും നേരിട്ട് കണ്ടാലേ ഒരു ഫിലിം സ്റ്റാറിന്റെ ലുക്ക് ഉണ്ടാകും. നിധി പറയുന്നു, മതി മതി, നിർത്ത്. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, കൂടുതൽ നന്നായി പോയോ? ഹരീഷ് പറയുന്നു, തള്ളു മാറി ഇപ്പൊ ഉണ്ടായെന്നേ ഉള്ളൂ. നിധി ചോദിക്കുന്നു, ഹരീഷിന് സംസാരിച്ച പോരെ? ഹരീഷ് പറയുന്നു, അയ്യോ ഞാനോ? എനിക്കെങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. നിധി പറയുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സുധീഷ് പറയുകയാണ്, ബെസ്റ്റ്. ഞാൻ സംസാരിച്ചാൽ ശരിയാകാത്തതാണോ ഇവ സംസാരിച്ചാൽ ശരിയാകാൻ പോകുന്നത്? ഞഞ്ഞായിരിക്കും. നിധി പറയുന്നു, എന്താ കുഴപ്പം? ഹരീഷ് സംസാരിച്ചാൽ 2 ഗുണങ്ങൾ ഉണ്ടാകും. ഒന്ന് സിൻസിയറിറ്റി, 2 മെച്യൂരിറ്റി. ഇത് രണ്ടും നിങ്ങൾ സംസാരിച്ചാൽ ഉണ്ടാകില്ല. ഹരീഷ് ചോദിക്കുന്നു, മൂത്ത ചേട്ടന് വേണ്ടി ഞാൻ സംസാരിച്ചാൽ ശരിയാകുമോ? സുധീഷ് പറയുന്നു, ഈ പറഞ്ഞതാണ് മെച്യൂരിറ്റി. നീ സംസാരിച്ചാൽ ഒട്ടും ശരിയാകില്ല. നിധി പറയുന്നു, ശരിക്കും അച്ഛൻ സംസാരിക്കുകയാണ് വേണ്ടത്. നികേഷ് പറയുകയാണ്, അതോടെ പിന്നെ ആരും വിളിക്കേണ്ടി വരില്ല, ആ ബന്ധം തന്നെ അവസാനിച്ചിരിക്കും. ഹരീഷ് പറയുന്നു, അതെ, ഏട്ടത്തി സംസാരിച്ചാ മതി. അപ്പോൾ സുധീഷ് പറയുകയാണ്, അത് കറക്റ്റാ. ഞാനൊന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഇങ്ങനെയുള്ള കാര്യം സ്ത്രീകൾ സംസാരിക്കുന്നതാ കുറച്ചുകൂടി നല്ലത്. ഹരീഷ് പറയുന്നു, അതെ, ഏട്ടത്തി വിളിച്ചാ മതി. വിളിക്ക് ഏട്ടത്തി. നിധി പറയുന്നു, ഓക്കെ. വീട്ടിൽ മുതിർന്ന ആരോടെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛനെ കൊടുക്കാല്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, അങ്ങേര് വേസ്റ്റ് ആണെന്നേ, അങ്ങേരെ കൊണ്ടൊന്നും സാധിക്കില്ല. നിധി പറയുന്നു, അങ്ങനെ പറയരുത്, ഇങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. എന്തായാലും ആദ്യം ഞാനൊന്ന് വിളിക്കട്ടെ. അങ്ങനെ നിധി ആ പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഞാൻ മാട്രിമോണിയലിലെ നമ്പർ കണ്ടിട്ട് വിളിക്കുക. ബാലകൃഷ്ണൻ സാറാണോ സംസാരിക്കുന്നത്? പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു, അതെ, ബാലകൃഷ്ണനാണ്. എന്റെ മോൾ ജ്യോതിക്ക് വേണ്ടിയാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിധി പറയുന്നു, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ ഒരു പ്രൊഫൈൽ ഇല്ലേ, ഒരു സുഭാഷ്, അത് കണ്ടിട്ട് വിളിച്ചതാ. ബാലകൃഷ്ണൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, ഞാൻ സുഭാഷിന്റെ അനിയൻ സുധീഷിന്റെ വൈഫാ സംസാരിക്കുന്നത്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. ഹരീഷും നികേഷും ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുന്നു. ബാലകൃഷ്ണൻ ചോദിക്കുന്നു, വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? നിധി പറയുകയാണ്, അമ്മ വളരെ മുമ്പേ മരിച്ചു. അച്ഛനുണ്ട്, സുഭാഷ് ഏട്ടന് മേസ്തിരി പണിയാ. താഴെ 3 അനിയന്മാര്, വേറെ ആരുമില്ല. ബാലകൃഷ്ണൻ പറയുന്നു, ഞങ്ങളുടേത് ഒരു ചെറിയ കുടുംബമാ. ഞാനും ഭാര്യയും 2 പെൺമക്കളും. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു. നിധി പറയുന്നു, അതെല്ലാം സൈറ്റിൽ നിന്ന് അറിഞ്ഞു. ബാലകൃഷ്ണൻ പറയുന്നു, പയ്യന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടമായി, അതുകൊണ്ടാ ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിയിച്ചത്. നിധി ചോദിക്കുന്നു, അപ്പൊ ഇനി എന്താ വേണ്ടത്? ബാലകൃഷ്ണൻ പറയുകയാണ്, നിങ്ങളൊരു നല്ല ദിവസം നോക്കി വീട്ടിലേക്ക് വരൂ. ആദ്യം ചെറുക്കനും പെണ്ണും നേരിൽ കണ്ടെന്ന് ബോധ്യപ്പെടട്ടെ. 2 കുടുംബങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത നടപടി ആലോചിക്കാം. ശരിയെന്നാ നിധി പറയുമ്പോൾ ബാലകൃഷ്ണൻ പറയുകയാണ്, അല്ല, പയ്യന്റെ അച്ഛനോടെന്നല്ലേ പറഞ്ഞത്, എന്താ പുള്ളിക്കാരൻ വിളിക്കാഞ്ഞത്? നിധി പറയുന്നു, അത് അച്ഛൻ ഇപ്പൊ ഇവിടെ ഇല്ല, വന്നിട്ട് വിളിപ്പിക്കാം. നല്ലൊരു ദിവസം നോക്കിയിട്ട് എപ്പോ പെണ്ണ് കാണാൻ വരുമെന്ന് അച്ഛൻ വിളിച്ചു പറയും. സന്തോഷത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, അച്ഛൻ, ചേട്ടൻ, ഭർത്താവ്, ബന്ധങ്ങളെല്ലാം ഇവൾ അംഗീകരിച്ചു തുടങ്ങി, ഇനി ശരിയാകും. അപ്പൊ ശരി, വിളിക്കാന്ന് പറഞ്ഞ നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. നിധി പറയുന്നു, അച്ഛൻ വന്നാൽ ഒരു നല്ല ദിവസം നോക്കാൻ പറയാം, എന്നിട്ട് ഉറപ്പിക്കാം. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. സുധീഷ് പറയുന്നു, ഇത് നടക്കുമെന്നേ. ഈ സമയം അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താടാ എല്ലാവരും കൂടി ഒരു രഹസ്യം? എന്നെ കണ്ടപ്പോൾ ടപ്പേന്ന് നിർത്തിയല്ലോ, എന്താ ഞാൻ കേൾക്കാൻ പാടില്ലാത്തത് വല്ലതുമാണോ? ഹരീഷ് പറയുന്നു, കേൾക്കാൻ പാടില്ലാത്ത കാര്യം സംസാരിക്കുമ്പോൾ ഏട്ടൻ വന്ന് കയറിയത് എന്തിനോ? ഇത് കേട്ട് ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് പറയുകയാണ്, നിധി മോളെ എന്താ കാര്യം? നിധി പറയുന്നു, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ഹരീഷ് വെറുതെ ഓരോന്ന് പറയുന്നതാ. ഇത് കേട്ട് സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് പറയുന്നു, അതെ, അച്ഛനെ ഇൻവോൾവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. പുള്ളിയുടെ നാവിൽ നിന്ന് വരുന്നത് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിധി പറയുന്നു, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഈ സമയം പുറത്തേക്ക് പോകാനായി സുഭാഷ് അവിടേക്ക് വന്ന്
സംശയത്തോടു കൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് എന്താടാന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ഒന്നുമല്ല സുഭാഷ് ഏട്ടാ, ചുമ്മാ. നികേഷ് പറയുകയാണ്, പഠിക്കാൻ ഒരുപാടുണ്ട്. ഇത് കേട്ട് സുഭാഷ് അവിടെ വന്ന് പോകുന്നു. തുടർന്ന് ഭാസ്കരനെ അകത്തേക്ക് വിളിച്ച് നിധി സംസാരിക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ? നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് വേണ്ടി ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. അത് പറഞ്ഞതാ, ബാക്കി പറയാൻ ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ്, അതിനെക്കുറിച്ച് അവിടുത്തെ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം. ഭാസ്കരൻ പറയുന്നു, പെണ്ണിനെ പോയി നിങ്ങൾ കണ്ടിട്ട് എല്ലാം ഉറപ്പിച്ചിട്ട് അവസാനം ചൊച്ചനുമായിട്ട് ഞാൻ സംസാരിക്കണം അല്ലേ? അത് കൊള്ളാം. സുധീഷ് പറയുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങേരോട് സംസാരിച്ചിട്ടൊന്നും ശരിയാകില്ലെന്ന്. അതെ, നിങ്ങൾക്ക് ആലോചിച്ച് കൊണ്ടുവരാമായിരുന്നില്ലേ? നിധി പറയുന്നു, കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുക. ഹരീഷ് പറയുകയാണ്, ദേ ഇതൊന്നും ശരിയാകില്ലെന്നേ, ഞാൻ തന്നെ വേണമെങ്കിൽ സംസാരിക്കാം. നിധി പറയുന്നു, ഞാൻ സംസാരിക്കുകയല്ലേ ഹരീഷ്, അത് കഴിയുന്നത് വരെ ആരും ഇവിടെ മിണ്ടാൻ പാടില്ല, കേട്ടല്ലോ? ഭാസ്കരൻ പറയുന്നു, ദേ അവന്റെ ഭാവം കണ്ടാൽ ഈ വീട്ടിലെ അല്ല അവൻ. ഭാസ്കരനെ തടകൊണ്ട് നിധി പറയുന്നു, അതെ, അവരോട് മാത്രമല്ല അച്ഛനോടും കൂടിയാ ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ ആരും ഇടയിൽ കയറാൻ പാടില്ല. ഭാസ്കരൻ പറയുന്നു, ഓ ശരി, സമ്മതിച്ചു. പുഞ്ചിരിച്ച നിധി പറയുന്നു, മാട്രിമോണിയിൽ നിന്ന് ആ കുട്ടിയെ കണക്ട് ചെയ്തത് കുട്ടിയുടെ അച്ഛനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. നമ്മൾ എപ്പോ പെണ്ണ് കാണാൻ ചെല്ലുമെന്ന് ആ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു. ഭാസ്കരൻ പറയുന്നു, അത് നിനക്ക് തന്നെ അങ്ങോട്ട് പറയാമായിരുന്നില്ലേ? എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നികേഷ് പറയുന്നു, ഏട്ടത്തി ഇങ്ങേരിത് ശരിയാകാൻ പോകുന്നില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. നിധി പറയുന്നു, നികേഷേ അത് പറയാൻ എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ പറയേണ്ടത് ഈ കുടുംബത്തിലെ മുതിർന്ന ഒരാളാകുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാ. നാളെ വെള്ളിയാഴ്ചയല്ലേ, ഉച്ചതിരിഞ്ഞ് നമുക്കൊന്ന് പോയാലോ? ഭാസ്കരൻ പറയുന്നു, പോകാലോ. നിധി പറയുന്നു, എന്നാൽ അതൊന്ന് വിളിച്ച് അവരോട് പറയണം. ഭാസ്കരൻ പറയുന്നു, ഓ പറയാം, പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിധി ചോദിക്കുന്നു, പക്ഷേ എങ്ങനെ പറയും? ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുകയാണ്, റിഹേഴ്സൽ ചെയ്ത് കാണിക്കാൻ ഇത് മോണാക്ട് ഒന്നും അല്ലല്ലോ, മകന്റെ പെണ്ണ് കാണൽ ചടങ്ങിന് വരുന്നു എന്നുള്ള അറിയിക്കലല്ലേ. സുധീഷ് പറയുന്നു, അതെങ്ങനെ പറഞ്ഞു തുടയ്ക്കുമെന്നാ നിധി ചോദിക്കുന്നത്. ഇത് കേട്ട് ഭാസ്കരൻ നെടാന്ന് വിളിക്കുമ്പോൾ നിധി പറയുന്നു, ഇനി ഒരു വാക്ക് ആരെങ്കിലും മിണ്ടിയാൽ ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കും. എങ്ങനെ അവരോട് സംസാരിക്കുന്നതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, എന്തൊരു കഷ്ടമായത്. എന്നാ കേട്ടോ, എന്താ ആ പെണ്ണിന്റെ അച്ഛന്റെ പേര് പറഞ്ഞേ? നിധി പറയുന്നു, ബാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയണം, ബാലകൃഷ്ണൻ. ഭാസ്കരൻ പറയുന്നു, ആ ബാലകൃഷ്ണൻ എങ്കിൽ ബാലകൃഷ്ണൻ. ശരി, ഇന്നതാ കേട്ടോ. ഹലോ ബാലകൃഷ്ണൻ അല്ലേടെ? ഞാനും എന്റെ മൂത്ത മകനും കൂടി തന്റെ മോളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് നാളെ കാലത്ത്. അപ്പൊ റെഡിയായിട്ട് അവിടെ ഇരിക്കും. അപ്പൊ ശരി വെച്ചേക്കട്ടെ, നാളെ കാലത്ത് കാണാം. എന്തേ ഇത് മതിയോ? സുധീഷ് പതി പറയുന്നു, പൊളിച്ചു. നിധി ചോദിക്കാണ്, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഭാസ്കരൻ ചോദിക്കാണ്, ഇതിനെന്താ കുഴപ്പം? നിധി ചോദിക്കുന്നു, ഇത്തിരി മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? ഭാസ്കരൻ പറയുകയാണ്, അതിന് മര്യാദകേടായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിധി പറയുകയാണ്, ഞാൻ പറഞ്ഞു തരാം, അതുപോലെ പറഞ്ഞാ മതി. ഭാസ്കരൻ പറയുന്നു, എന്റെ ശിവനെ, ഇനിയും വയസ്സാങ്കാലത്ത് മനുഷ്യരോട് സംസാരിക്കാൻ ട്യൂഷന് പോകണമെങ്കിൽ അങ്ങനെ പറ കേൾക്കട്ടെ. നിധി പറയുന്നു, നികേഷ് നീ ഇവിടെ വന്നിരിക്കുക ചെല്ല. നികേഷ് ഭാസ്കരന്റെ അരികിലേക്ക് ഇരിക്കുമ്പോൾ നിധി പറയുന്നു, നീയാണ് പെണ്ണിന്റെ അച്ഛൻ. അത് കൊള്ളാന്ന് പറഞ്ഞ് നികേഷിനെ ഒന്ന് നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഭാസ്കരൻ. നികേഷ് പറയുന്നു, ദേ കണ്ടില്ലേ, ഇതാണ് ഇങ്ങേരുടെ കൂടെ ഒന്നും ശരിയാകില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഭാസ്കരൻ പറയുന്നു, മഞ്ഞത്തവള മസിൽ പിടിച്ചിരിക്കുന്നത് പോലെ നീ ഇരിക്കുന്നത് കണ്ടാൽ ചിരി വരത്തില്ലടാ. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, ഇത് എന്തൊരു കഷ്ടമാ, ഈ വീട്ടിൽ ആരെ കൊണ്ടും ഒരു കാര്യം ചെയ്യിക്കാൻ പറ്റാതായല്ലോ. പറ്റില്ലെങ്കിൽ എല്ലാവരും എണ്ണീറ്റ് പോയിക്കോ. ഭാസ്കരൻ പറയുന്നു, ഇല്ലില്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ഇവന്റെ ഒരു കോമഡി. നികേഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിധി പറയുന്നു, ഇതാണ് പെണ്ണിന്റെ അച്ഛൻ, ഞാൻ വിളിക്കാൻ പോവാണേ. നികേഷ് കാൽമേ കാലം വെച്ചിരിക്കുമ്പോൾ ഭാസ്കരൻ ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. നിധി പറയുന്നു, ഹലോ നമസ്കാരം, എന്റെ പേര് ഭാസ്കരൻ എന്നാ. എന്റെ മരുമകൾ നിധി ഇന്ന് രാവിലെ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നു, നിങ്ങളുടെ മകളെ എന്റെ മൂത്ത മകന് വിവാഹം ആലോചിക്കുന്നതിന്. നികേഷ് പറയുന്നു, ആ മനസ്സിലായി, ആ മാട്രിമോണിയൽ കേസല്ലേ, പറഞ്ഞോളൂ. അങ്ങനെ നിധി ഭാസ്കരന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ച് കാണിക്കുകയാണ്. പുഞ്ചിരിച്ച ആകാംക്ഷയോടുകൂടി അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് ഭാസ്കരനും സുധീഷും ഹരീഷും. തുടർന്ന് നിധി പറയുന്നു, അച്ഛാ ഇങ്ങനെ സംസാരിക്കണം. ഭാസ്കരൻ ചോദിക്കുന്നു, ഇങ്ങനെ സംസാരിക്കാനാണോ നീ വലിയ ടീച്ചറെ പോലെ എന്റെ അടുത്ത് ക്ലാസ് ഒക്കെ എടുത്ത് സംസാരിച്ചത്? ആ നമ്പർ ഡയൽ ചെയ്തിങ്ങിതാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന്. നിധി പറയുന്നു, കുഴപ്പം ഉണ്ടാക്കരുത്. സുധീഷ് പതി പറയുകയാണ്, കുഴപ്പമുണ്ടാകും. ഭാസ്കരൻ പറയുന്നു, എന്ത് വർത്താനോ ആ മോളെ ഇത്? ഇതേ നാഷണൽ പെർമിറ്റ് ലോറി സ്വന്തമായിട്ടുണ്ടായിരുന്നവനാ. ഇന്ത്യ മുഴുവൻ ഞാൻ അതുമായി പോയി ചുറ്റി സ്വന്തം ഭാഷയില് ബിസിനസ് നടത്തി ശീലിച്ചിട്ടുള്ളവനാ. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടന്റെ തള്ളൽ ഇപ്പൊ എവിടുന്നാണെന്ന് മനസ്സിലായല്ലോ. ഇത് കേട്ട് സുധീഷ് എടാന്ന് വിളിക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, നീ ആ ഫോണിങ്ങിതാ, ഞാൻ കാണിച്ചു തരാം. ഗീവ് മീ, ഐ വിൽ ടോക്ക്. ഹരീഷ് പതി പറയുന്നു, എന്ത് ടോക്കാനാ? നിധി ഭാസ്കരന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. ബാലകൃഷ്ണൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ഹലോ മൈ നെയിം ഈസ് ഭാസ്കരൻ, ക്യാൻ ഐ സ്പീക്ക് ടു ബാലകൃഷ്ണൻ പ്ലീസ്? ബാലകൃഷ്ണൻ പറയുന്നു, അതെ ബാലകൃഷ്ണനാണ്. ഭാസ്കരൻ പറയുന്നു, നിങ്ങളെ ഇന്ന് രാവിലെ എന്റെ മരുമകൾ ഡോക്ടറിലോ വിളിച്ചിരുന്നു. മാട്രിമോണിയലിലെ എന്റെ മകൻ സുഭാഷിന്റെ പ്രൊഫൈല് കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാ വിളിച്ചത്. ബാലകൃഷ്ണൻ പറയുന്നു, അതെ ഞങ്ങൾ വിശദമായിട്ട് സംസാരിച്ചു. ഭാസ്കരൻ പറയുന്നു, ഓക്കെ ഞങ്ങൾ കുറെ നാളായിട്ട് അന്വേഷിക്കുന്നു, പറ്റിയൊരു ബന്ധം ഇതുവരെ ഒത്തു വന്നില്ല. ഇതിപ്പം നിങ്ങളുമായിട്ട് എന്റെ മരുമകൾ സംസാരിച്ചപ്പോഴും നിങ്ങളെ പറ്റി മാട്രിമോണിയലിൽ കൊടുത്തത് കണ്ടപ്പോഴും ഒരു നല്ല കുടുംബമാണെന്ന് തോന്നി. ബാലകൃഷ്ണൻ പറയുന്നു, ആ കുട്ടിയോട് സൗകര്യമുള്ള ഒരു ദിവസം നോക്കി വരാൻ ഞാൻ പറഞ്ഞിരുന്നു. ഭാസ്കരൻ പറയുന്നു, അതെ അത് നാളെ തന്നെ ആയാലോ എന്ന് ഞങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് അസൗകര്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ദിവസത്തേക്ക് നോക്കാം. ബാലകൃഷ്ണൻ പറയുന്നു,
എന്ത് അസൗകര്യം, നാളെ തന്നെ കാണാം. ഭാസ്കരൻ പറയുന്നു എന്നാ വലിയ സന്തോഷം. വീടിന്റെ അഡ്രസ് എന്റെ മരുമകളുടെ ഫോണിലേക്ക് അയച്ചാൽ മതി. ബാലകൃഷ്ണൻ പറയുന്നു അയക്കാം, ലൊക്കേഷനും ഷെയർ ചെയ്യാം. ഭാസ്കരൻ പറയുന്നു ഓ ആയിക്കോട്ടെ, ശരി എന്നാൽ, താങ്ക് യു വെരി മച്ച്. ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ബാലകൃഷ്ണൻ മനസ്സിൽ പറയുകയാണ് നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു ഇത്രയും മര്യാദ മതിയോ, അതോ ഒന്നുകൂടി വിളിച്ചിട്ട് ഇത്തിരി കൂടി മര്യാദ കേറ്റി പറയണോ? നിധി പുഞ്ചിരിച്ച് കൈ കൊട്ടുമ്പോൾ സുധീഷ് പറയുന്നു അടിപൊളി. അങ്ങനെ സുധീഷും നികേഷും കൈ കൊട്ടുകയാണ്. ഭാസ്കരൻ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുന്നു പറഞ്ഞത് ശരിയാ, ഇങ്ങനെ സംസാരിക്കാൻ അറിയുന്ന ആൾക്ക് ഞാൻ ട്യൂഷൻ തരേണ്ട കാര്യമില്ല. ഭാസ്കരൻ പറയുന്നു കൊക്ക് എത്ര കുളം കണ്ടിരിക്കുന്നു, കുളം എത്ര കൊക്കിനെ കണ്ടിരിക്കുന്നു, ഇതും കടന്നു പോകും. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ സുധീഷ് ചോദിക്കുന്നു ഓക്കെ അല്ലേ? നികേഷ് പറയുകയാണ് കൊക്കിന്റെ കേസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. തുടർന്ന് രാത്രി ഭാസ്കരൻ പുറത്തിരിക്കുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുഭാഷ്. സുധീഷ് ചോദിക്കുന്നു എന്താ സുഭാഷ് ഏട്ടാ ഇത്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്? സുഭാഷ് പറയുന്നു എടാ ഈ മാട്രിമോണിയലും പരിപാടികളും ഒന്നും വേണ്ടായിരുന്നു. എന്തിനാ അതൊക്കെ? ഹരീഷ് പറയുകയാണ് എന്തിനാണെന്നോ, മുമ്പും പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടല്ലോ, അന്നൊന്നും ഇങ്ങനെ ചോദിച്ചില്ലല്ലോ. നികേഷ് പറയുന്നു ഏട്ടത്തി എല്ലാം സംസാരിച്ചിട്ടുണ്ട്, ഇത് ശരിയാകും സുഭാഷ് ഏട്ടാ. നിധി പറയുന്നു എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടിയുടെ അച്ഛനോട് നമ്മുടെ അച്ഛൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് പുഞ്ചിരിച്ച് അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ് ഭാസ്കരൻ. നിധി പറയുന്നു അവര് നാളെ കാത്തിരിക്കും, ഒന്ന് കണ്ടുവരുന്നത് കൊണ്ട് എന്താ കുഴപ്പമുള്ളത്? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേണ്ടെന്ന് വെക്കാം, ഇഷ്ടപ്പെട്ടാൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. സുധീഷ് പറയുന്നു ഇത്രയും കാലം നമ്മുടെ വീട്ടിലൊരു സ്ത്രീ ഇല്ല എന്നുള്ള പേരും പറഞ്ഞിട്ടല്ലേ പലരും ആലോചന വേണ്ടാന്ന് വെച്ചത്, ഇനിയിപ്പോ എന്തായാലും അത് പറയില്ലല്ലോ. ഹരീഷ് പറയുന്നു അതെ, നമുക്ക് നാളെ ഒന്ന് പോയി നോക്കാം. നികേഷ് പറയുകയാണ് അതെ സുഭാഷ് ഏട്ടാ, തടസ്സമൊന്നും പറയല്ലേ പ്ലീസ്. സുഭാഷ് പറയുന്നു ശരി, നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തതല്ലേ, ഞാൻ വരാം. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാനായി ഒരുങ്ങുകയാണ് എല്ലാവരും. ഭാസ്കരൻ നികേഷിനോട് പറയുന്നു പൗഡറിന് ഒരു പരിധി വരെ നിന്നെ സുന്ദരനാക്കാൻ പറ്റും, ഇങ്ങോട്ട് മാറടാ, കേറി നിൽക്കുക മസിലും കാണിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഹരീഷിനെ പിടിച്ചു മാറ്റി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഭാസ്കരൻ. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു എന്താ അച്ഛാ റെഡിയായോ? ഭാസ്കരൻ ചോദിക്കുന്നു എന്നെ കണ്ടിട്ട് അങ്ങനെ അല്ലെന്ന് തോന്നുന്നുണ്ടോടാ, ഇനി ഇത് ശരിയായില്ലെങ്കിൽ അടുത്ത തവണ ഞാനൊരു പാന്റ് സൂട്ടും ഇട്ടോണ്ട് വരാം, എന്താ? നികേഷ് പറയുന്നു അയ്യോ അതിപ്പോ വേണ്ട, ഞങ്ങള് കാശൊക്കെ ഉണ്ടാക്കി ഒരു വലിയ വീട് പണിത് കഴിയുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു കോലം തൂക്കും, അതിന് പകരം നിൽക്കാൻ ഒരു പാന്റും ഷർട്ടും ഇട്ടോണ്ട് വന്നാ മതി. സുഭാഷ് ചോദിക്കുന്നു എടാ എന്തുവാടാ ഇത്? നികേഷ് പറയുകയാണ് ഇതിനൊക്കെ പിന്നെ എന്താ മറുപടി പറയുക? ഭാസ്കരൻ പറയുന്നു ശരി ശരി, ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്, നീ ചെവിയിൽ നുള്ളി വെച്ചോ. നികേഷ് ചോദിക്കുന്നു ഈ ചെവിയാണോ ഈ ചെവിയാണോ? ഈ സമയം സന്തോഷത്തോടുകൂടി സാരിയൊക്കെ എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി. എല്ലാവരും കണ്ണെടുക്കാതെ നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. ഭാസ്കരൻ പറയുന്നു അപ്പൊ എല്ലാവരും റെഡിയായില്ലേ, ഇനി ഇറങ്ങിയാലോ? ശരിയെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ് നിധിക്ക് ഈ സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിധി ചോദിക്കുന്നു അതുകൊണ്ട്? നികേഷ് പറയുകയാണ് ഏട്ടത്തി സാരി ഉടുത്തപ്പോൾ ശരിക്കും സുന്ദരിയായി. പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു ആണോ, താങ്ക്സ്. സുധീഷ് മനസ്സിൽ പറയുകയാണ് ഓ അവന് മാത്രം താങ്ക്സ്. അരികിലേക്ക് വന്ന് നിധി പറയുന്നു പോകാം പോകാം മോളെ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നികേഷ് പറയുകയാണ് അതെ അന്നത്തെ പോലെ കോമഡി ഒന്നും കാണിക്കരുത് കേട്ടോ ചേട്ടാ. എന്ത് കോമഡി എന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് വട കോമഡി, പരിപ്പ് വട കോമഡി. എടാ ഞാൻ ഒരു വിധത്തിൽ മര്യാദക്കെല്ലാം സംസാരിച്ച് സെറ്റാക്കി നിർത്തിയിരിക്കുക, നീയായിട്ട് നാറ്റിക്കരുത്. പാചക കോമഡി ഒന്നും വേണ്ട കേട്ടല്ലോ. നിധി പറയുന്നു ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഭാസ്കരൻ പറയുകയാണ് എന്നാ പിന്നെ എല്ലാവർക്കും ഇറങ്ങാം. അങ്ങനെ സന്തോഷത്തോടു കൂടി പെണ്ണുകാണൽ ചടങ്ങിനായി പോവുകയാണ് എല്ലാവരും. തുടർന്ന് ഭാസ്കരനും കുടുംബവും ജ്യോതിയുടെ വീട്ടിലേക്ക് വരികയാണ്. ബാലകൃഷ്ണൻ പറയുന്നു സുമതി ദേ അവരെത്തി, നമസ്കാരം എന്ന് പറഞ്ഞ് ബാലകൃഷ്ണനും സുമതിയും അവരുടെ അരികിലേക്ക് വന്ന് സ്വീകരിക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു നമ്മൾ ഇന്നലെ ഫോണിലൂടെ സംസാരിച്ചിരുന്നു. തുടർന്ന് എല്ലാവരും ഹോളിലേക്ക് വന്നിരിക്കുകയാണ്. നിധി പറയുന്നു അച്ഛാ എന്തേലും സംസാരിക്ക്. എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി ഭാസ്കരൻ പറയുന്നു നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അവരെല്ലാവരും നമസ്കാരം പറയുകയാണ്. കയ്യിൽ പിടിച്ച് നിധി പറയുന്നു അച്ഛാ ഇരുന്ന് സംസാരിക്ക്. ഇത് കേട്ട് ഭാസ്കരൻ അവിടേക്ക് ഇരിക്കുമ്പോൾ നിധി പറയുന്നു നമ്മളെ പറ്റിയും നമ്മുടെ വീടിനെ പറ്റിയും സംസാരിക്ക്, അവരെ പറ്റിയും ചോദിക്കണം. ഭാസ്കരൻ പറയുന്നു എന്റെ പേര് ഭാസ്കരൻ, എനിക്ക് 4 മക്കളാ, സുഭാഷ്, സുധീഷ്, ഹരീഷ്, നികേഷ്. ഇതെന്റെ മരുമകളാ നിധി, സുധീഷിന്റെ ഭാര്യ. ഇത് കേട്ട് സുധീഷ് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു ഞാൻ മുമ്പ് സ്വന്തമായിട്ട് ലോറി ഉണ്ടായിരുന്നത് ഓടിക്കുമായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല, ചുമ്മാ വീട്ടിലിരിക്കുക, മക്കളാ കുടുംബമൊക്കെ നടത്തുന്നത്. സുധീഷ് അഭിമാനത്തോടു കൂടി നികേഷിനെ നോക്കുമ്പോൾ ഹരീഷിനെയും സുഭാഷിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നികേഷ് പതിയെ പറയുന്നു ഇവരുടെ കാര്യ. ഭാസ്കരൻ പറയുന്നു ഇളയവൻ കോളേജിൽ പഠിക്കുക, ബാക്കി എല്ലാവരും ഓരോരോ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെൺകുട്ടിയെ നോക്കുന്നത് എന്റെ മൂത്ത മോൻ സുഭാഷിന് വേണ്ടിയിട്ടാ. ബാലകൃഷ്ണൻ ചോദിക്കുന്നു അപ്പോ മൂത്ത മകന് മുമ്പ് രണ്ടാമത്തെ മകന്റെ വിവാഹം കഴിഞ്ഞു, അതെന്തു പറ്റി? ഒന്ന് പതറി ഭാസ്കരൻ പറയുന്നു അല്ല അത് നിധി പറയുകയാണ് അത് ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നു, വീട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടേത് ആദ്യം കഴിഞ്ഞേ ഉള്ളൂ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ഭാസ്കരൻ പറയുന്നു സുമതി കാപ്പി എടുക്ക്, ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ സുമതി അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു ഈ വീട് സ്വന്തമാണല്ലോ അല്ലേ? ബാലകൃഷ്ണൻ പറയുകയാണ് അതെ, അതെന്താ ചോദിച്ചത്? ഭാസ്കരൻ പറയുന്നു ഓ ചുമ്മാ, ഞങ്ങളുടേതും സ്വന്തം വീട് തന്നെയാ, ഇത്തിരി പഴയ മോഡലാണെന്ന് മാത്രം. സുമതി പലഹാരങ്ങളുമായിട്ട് വരുമ്പോൾ ജ്യോതി ചായയുമായി മുന്നോട്ടേക്ക് വരികയാണ്. സുധീഷ് പതിയെ പറയുന്നു ദേ പെൺകുട്ടി വന്നു നോക്ക്. ജ്യോതി പുഞ്ചിരിച്ച് സുഭാഷ്
സുഭാഷിന് ചായ കൊടുക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ജ്യോതിയെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ജ്യോതിയും സുഭാഷും തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിക്കുകയാണ് ഇരു വീട്ടുകാരും. ജ്യോതിയും സുഭാഷും കൂടി ഫോണിൽ സംസാരിച്ച് കൂടുതൽ അടുത്തതിനു ശേഷം ഓക്കെ ആണെങ്കിൽ വിവാഹം നടത്താമെന്ന തീരുമാനത്തിലാണ് ജ്യോതിയുടെ വീട്ടുകാർ. തുടർന്ന് രാത്രി നിധിയുടെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ് സാന്ദ്ര. ആ വീട്ടിൽ കഴിയേണ്ട തിരുവനന്തപുരത്ത് തന്റെ ഫ്രണ്ടിന്റെ വീടുണ്ട്, ആ വീട്ടിൽ നിധിക്ക് കഴിയാമെന്ന് സാന്ദ്ര പറയുകയാണ്. സുധീഷിനെയും കുടുംബത്തെ പറ്റിയും അച്ഛനെ പറ്റിയും ഒക്കെ നിധി പറയുമ്പോൾ സാന്ദ്ര ചോദിക്കുന്നു, അച്ഛൻ ഫാമിലി ഇത്ര പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയോ മോളെ? അതിന് നിന്റെ ഫാമിലിയാണോ? നിന്നോട് ദേഷ്യം ഉണ്ടാകും എന്ന് വെച്ച് ഇത് നിന്റെ വീടല്ലാതിരിക്കുമോ? നിധി സുധീഷിനെയും കുടുംബത്തെക്കുറിച്ചും നല്ലത് പറയുകയും അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയുമാണ്. തുടർന്ന് സുഭാഷുമായി ഫോണിൽ സംസാരിക്കുകയാണ് ജ്യോതി. സുഭാഷ് സന്തോഷത്തോടുകൂടി പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ നിധിയും സുധീഷും നികേഷും ഹരീഷും എല്ലാം സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. ജ്യോതി ചോദിക്കുന്നു, ഞാൻ എങ്ങനെ കാണാൻ കൊള്ളാമോ? തുറന്നു പറഞ്ഞോളൂ കേട്ടോ. ടെൻഷനോടുകൂടി സുഭാഷ് പറയുന്നു, കൊള്ളാം, നല്ലതാ കാണാൻ. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ജ്യോതി. സുഭാഷ് അധികം ജ്യോതിയോട് സംസാരിക്കുന്നില്ലെങ്കിലും ജ്യോതി ഒരുപാട് കാര്യങ്ങൾ സുഭാഷിനോട് സംസാരിക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.